ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ നമ്മൾ വിഷു അല്ലേ, വിഷുവിൻ്റെ തലേന്നാളാണ്. ഇനി സാറ്റർഡേ ആണെന്ന് തോന്നുന്നു. സൺഡേ അല്ലേ വിഷു, ഇന്ന് സാറ്റർഡേ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞങ്ങൾ 2-3 പൊട്ടിച്ചു കേട്ടോ, റോക്കറ്റ്. പിന്നെ അങ്ങനെ കുറച്ചെണ്ണം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ചും കൂടി പൊട്ടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് വരാം, കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് കേസ് നമ്മൾ പൂത്തിരിയാണ് പൊട്ടിക്കുന്നത്. അതിനുശേഷം നമ്മൾ തേരട്ട അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു പടക്കം പൊട്ടിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിത് പടക്കം പൊട്ടിക്കുകയാണ്. ഇതിങ്ങനെ കറങ്ങുന്ന പടക്കം അറിയാമല്ലോ. അതിനുശേഷം ഞങ്ങൾ കമ്പിത്തിരി കത്തിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഈ ഓലയുടെ ഇതുണ്ടല്ലോ, അതിൽ വെച്ചിട്ടാണ് പൊട്ടിക്കുന്നത്. അപ്പോൾ എൻ്റെ കസിനാണ് പൊട്ടിക്കുന്നത് കേട്ടോ. അപ്പം കസിൻ്റെ പേര് മിഥുൻ എന്നാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു മുമ്പത്തെ വീഡിയോയിൽ. അപ്പം പരിചയപ്പെടുത്തുന്നില്ല, എൻ്റെ മാമൻ്റെ മോനാണ്. ഓക്കെ, അപ്പം അവൻ കമ്പിത്തിരി കത്തിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കറക്കിയിട്ടാന്നില്ല, ലാസ്റ്റ് കയ്യിൽ നിന്ന് വരുന്ന താനാകുമ്പോഴത്തേക്ക് അവൻ പേടിച്ചിട്ട് നിലത്തിടുന്നുണ്ട് കേട്ടോ ഗീസ്. കണ്ടില്ലേ, ലാസ്റ്റ് എത്താനാകുമ്പോൾ അവനത് നിലത്തിട്ടു. അവനെന്തൊക്കെയാണ് കളിക്കുന്നുണ്ടായിരുന്നു ഗീസ്. എനിക്ക് നല്ല ചിരി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ആണ് ഉണ്ടായിരുന്നത് ഗീസ്. അച്ഛൻ കത്തിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട്. ഞാനാണ് ഓല പിടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നത്. എനിക്ക് നല്ല പേടിയുണ്ട്. ഞാൻ എത്ര ദൂരത്തിൽ നിന്നിട്ടാണ് ഗൈസ് ആക്കുന്നു. എന്നിട്ട് അച്ഛൻ 2 കമ്പിത്തിരി ഒരുമിച്ച് വെച്ചിട്ടാണ് ഗീസ് ആക്കിയത്. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് പേടിക്കാനൊന്നും കാരണമില്ല. അപ്പോൾ അങ്ങനെ പൊട്ടിയിട്ടുണ്ട് ഗീസ്, അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ അച്ഛനെന്ത് നല്ല ഓട്ടമാണ് ഓടുന്നത്. അച്ഛൻ എന്തൊക്കെയോ കളിച്ചുകൊണ്ട് ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ചുവാണ് ക്യാമറ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ചു എന്തൊക്കെയോ പേടിച്ചിട്ട് ഇങ്ങനെ ക്യാമറ കുലുക്കി കളിച്ചുകൊണ്ടുണ്ടായി ഗീസ്. ലാസ്റ്റ് നമ്മളിത് അത് നിലത്തിട്ടു ലാസ്റ്റ്. അതിന് ശേഷം നമ്മൾ അനിയൻ പടക്കം പൊട്ടിക്കുകയാണ്. ഇത് ഒച്ച കേൾക്കുന്ന പടക്കമാണ് ഗീസ്. അപ്പോൾ ഞാൻ ഒച്ചയൊന്നും ആഡാക്കിയിട്ടൊന്നുമില്ല ഗീസ്. അപ്പോൾ അനിയത്തിയൊക്കെ അവിടെ ഫോണിൽ വീഡിയോ എടുത്തോണ്ട് അവൻ അങ്ങനെ കമ്പിത്തിരിയൊക്കെ കളിച്ചുകൊണ്ടുണ്ടായി. പിന്നെ നമ്മൾ ഇങ്ങനെ ഇതുണ്ടല്ലോ, പൂത്തിരിയൊക്കെ കുറേ കത്തിച്ചുകൊണ്ടുണ്ടായി. നെക്സ്റ്റ് ഡേ ആണ് കേസിൽ. ഇന്ന് ആണ് എടുത്തിട്ട് വിഷുവിൻ്റെ അന്ന്. ഞാനിത് എണീറ്റിട്ടുണ്ട്. അപ്പോൾ എണീറ്റിട്ടുള്ള ഒരു കോലാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം എൻ്റെ അനിയത്തിൻ്റെ ഡ്രസ്സൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. കസിൻ്റെ ഡ്രസ്സുമാണിത്. പിന്നെ ഇത് ഏട്ടൻ്റെ ഡ്രസ്സാണ്, ലാലേട്ടൻ്റെ. പിന്നെ നമ്മൾ സൂറത്ത് നിന്ന് എടുത്തു കാരണം നമുക്ക് 3 കർച്ചീഫ് ഫ്രീ കിട്ടുന്നുണ്ട്. ഇത് അമ്മയുടെ ഡ്രസ്സാണ്. പിന്നെ ഇത് അച്ഛൻ്റെ ഡ്രസ്സാണ്, ഈ ഷർട്ടാണ്. പിന്നെ അമ്മമ്മക്ക് 2 മുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ഏട്ടനും ഞങ്ങളും കൂടിയിട്ട്. ഇതാണ് എൻ്റെ ചെരുപ്പ്, ഇതാണ് എൻ്റെ വിഷുക്കോടി. പെയിൻറ് ഇട്ടിട്ടുണ്ട്. പെയിൻറ് സെപ്പറേറ്റ് മേടിച്ചതാണ് ഗീസ്, അങ്ങനെ തന്നെ ഇടുന്നതല്ല. പിന്നെ ഞാൻ ഹെയർ സ്റ്റൈൽ ഫ്രഞ്ച് ബ്രൈഡിലാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കുറേ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പോകണം. പിന്നെ നമ്മൾ രാത്രിയായി ഗൈസ്, രാത്രിയിലത്തെ ഒരു പടക്കങ്ങൾ പൊട്ടിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് പൊട്ടിക്കുകയാണെങ്കിൽ പടക്കങ്ങൾ അങ്ങനെ പൂത്തിരി നമ്മൾ കത്തിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഏട്ടനെല്ലാം കൂടിയിട്ടാണ് ഗൈസ് കത്തിക്കുന്നത്. പിന്നെ അച്ഛനും ഏട്ടനും അനിയനൊക്കെ കൂടിയിട്ടാണ് കത്തിക്കുന്നത്. അപ്പോൾ ഇത് അവസാനത്തെ പടക്കമാണെങ്കിൽ റോക്കറ്റാണ്. ഏട്ടൻ പകുതിക്ക് പോയിട്ട് കൊളുത്തിയിട്ട് പേടിച്ചിട്ട് പായുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇത് ലാസ്റ്റ് അങ്ങനെ കത്തിയിട്ടുണ്ട്. അങ്ങനെ ഏട്ടൻ പേടിച്ചിട്ട് പായുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാനും ചെറുതായിട്ട് പേടിച്ച് ലാസ്റ്റാണ്. സോ ടാറ്റ ബൈ ബൈ, ഹാപ്പി വിഷു.